friends, welcome back to our YouTube channel. നമ്മൾ ഇന്ന് എന്തുവാ ചെയ്യുന്നേ? നമ്മള് നമ്മുടെ വാവക്കുട്ടിന് ഇഷ്ടപ്പെട്ടൊരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കും അല്ലയോ? എന്ത് ഫുഡാ? എഗ് റൈസ്. എഗ് റൈസ് എന്ന് പറയാം, ഫ്രൈഡ് റൈസ് എന്ന് പറയാം, അങ്ങനെ എന്ത് പേര് വേണം പറയാം. അപ്പോൾ വാവക്കുട്ടിന് ഭയങ്കര ഇഷ്ടമാണ് ഫ്രൈഡ് റൈസ്, എഗ് റൈസ്, ബിരിയാണി ഒക്കെ കഴിക്കാം. അതുപോലൊരു ഫുഡ് നമുക്കൊന്ന് ഉണ്ടാക്കി കൊടുക്കാം അല്ലേ? അപ്പോൾ ആരാ ഉണ്ടാക്കുന്നേ? വാവക്കുട്ടൻ വേണ്ടിയിട്ടൊക്കെ റെഡിയാണ്. കുളിയെല്ലാം കഴിഞ്ഞ് വന്നു. ഇനി നമുക്കൊന്ന് റെഡി ആവാം അല്ലേ? ഒരു ചെറിയ ഗെറ്റഡ് വിത്ത് മീ. അപ്പം ഞാനും വാവക്കുട്ടനോട് ഒന്ന് റെഡി ആകുമ്പോൾ റെഡി ആയിട്ട് ഞങ്ങൾ രണ്ടും കൂടെ എഗ് റൈസ് ഉണ്ടാക്കാൻ പോകും. ഓക്കെ ഓക്കെ പറ. ഓക്കെ, ക്രീം തേക്കാൻ പോകും. ഓക്കെ, ക്രീമൊക്കെ തേച്ചാട്ടെ. അമ്മയെ ക്രീമൊക്കെ തേച്ച് റെഡി ആവുക. നമ്മുടെ വാവക്കുട്ടനും ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കൊടുത്ത് ഒരു വാവക്കുട്ടനും പൊട്ടിനും പൊട്ടൊക്കെ വെച്ച് അങ്ങനെ ഞാനും വാവക്കുട്ടനും റെഡി ആയിട്ടുണ്ട്. ഞാനും വാവക്കുട്ടനും റെഡിയായി. നമ്മൾ എന്ത് ചെയ്യാൻ പോവാം? കിച്ചണിൽ അടുക്കളയിൽ പോയി റൈസ് ഉണ്ടാക്കാൻ പോലും. അപ്പോൾ നമ്മൾ എവിടെ വന്നു? അടുക്കളയിൽ. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം. റൈസ് അല്ല, റൈസ് ഉണ്ടാക്കാം. ഓക്കെ, അതിന് വേണ്ട സാധനമൊക്കെ എടുക്കാം. റൈസ് ഉണ്ടാക്കാൻ ആദ്യം നമ്മൾ എന്ത് എടുക്കുന്നേ? അരി. ഞാനും വാവക്കുട്ടും കൂടെ ആദ്യമേ നല്ല അരിയൊക്കെ കഴുകി അരി കഴുകി കുറച്ച് നേരം കുതിർത്ത് വെക്കണം അല്ലയോ? കുതിർത്ത് വെച്ചിട്ട് നമ്മൾ പച്ചക്കറിയൊക്കെ എടുക്കുന്നത്. അപ്പം അരി കഴുകി വെച്ചു. അപ്പം നമ്മുടെ അരി നമ്മൾ ദാണ്ട് കുതിർക്കാൻ വേണ്ടി വെച്ചേക്കാം. ഇനി നമുക്ക് പച്ചക്കറിയൊക്കെ എടുക്കാം അല്ലേ? ഇപ്പം നമ്മൾ റൈസിന് വേണ്ടി ഒരു ക്യാരറ്റും ഒരു സവാള എടുത്ത്, നമ്മുടെ വാവക്കൂട്ടിന് കൂടുതൽ വലിയ വെജിറ്റബിൾസ് ഒന്നും അങ്ങനെ താല്പര്യമില്ല, ബീൻസ് ഒന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മൾ ഇത് രണ്ടും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നമ്മൾ ക്യാരറ്റും ഒരു സവാള എടുക്കുക. അത് നമുക്ക് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കാം അല്ലേ? അപ്പോൾ വാവക്കൂട്ടിനുണ്ട് ആൾക്ക് ക്യാരറ്റാണ് കൂടുതൽ ഇഷ്ടം. അപ്പം നമ്മൾ ക്യാരറ്റ് എടുക്കും. വേറെ ഒന്നും നമ്മുടെ കയ്യിൽ ഇപ്പം ഇല്ല. അതുകൊണ്ട് നമ്മൾ ക്യാരറ്റ് ആദ്യം ക്ലീൻ ചെയ്തെടുത്ത് നമുക്ക് ക്യാരറ്റ് ക്ലീൻ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം വാവക്കൂട്ടിനാട്ടോ ഇനി ക്യാരറ്റും ഈ സവാളയൊക്കെ ക്ലീൻ ചെയ്യുന്നത്. അങ്ങനെ ക്യാരറ്റും സവാളയും നമ്മൾ ക്ലീൻ ചെയ്തെടുത്തു. ഇനി വാവക്കൂട്ടിനത് അരിയോ ഇല്ലയോ? വാവക്കൂട്ടിൻ്റെ അടുത്ത് അരിഞ്ഞാട്ടെ. സവാള എടുത്തു. അങ്ങനെ നമ്മൾ ക്യാരറ്റും സവാളയും പിന്നെ അതിന് കുറച്ച് വെളുത്തുള്ളിയും എടുത്ത് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടേ. നമ്മൾ കുക്കറില കേട്ടോ അരി വയ്ക്കുന്നത്. അപ്പോൾ അരി വേവിക്കാൻ വെക്കാം. ഇനി കുറച്ച് നെയ്യും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അവിടെ നിന്നിട്ട് ഒരാൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ക്യാരറ്റ് മൊത്തം പറക്കി തിന്നുന്നുണ്ട്. മിക്കവാറും റൈസിനുള്ള ക്യാരറ്റ് മിക്കവാറും കാണത്തില്ല. അത് മുമ്പ് ഒരാളോട് കാര്യമായിട്ട് കഴിച്ചുകൊണ്ട് നിൽപ്പുണ്ട് കേട്ടോ. കാണിക്കാം. ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ 2 വിസിലടുപ്പിച്ചാട്ടോ വേവിക്കുന്നത്. റൈസ് വേവിക്കാൻ വെച്ചിട്ടുണ്ടേ. അപ്പം നമ്മൾ ചോറ് വേവിക്കാൻ വെച്ചു, പച്ചക്കറി എല്ലാം അരിഞ്ഞു വെച്ചു. ഇനി എന്തുവാ വേണ്ടത്? മുട്ട പൊട്ടിക്കാം. നമുക്ക് മുട്ട എടുക്കാം. ഫ്രിഡ്ജ് തുറക്കാം. പതിയെ പതിയെ പതിയെ. അങ്ങനെ വാവക്കുട്ടെ ഞങ്ങൾക്ക് മുട്ടയൊക്കെ പൊട്ടിച്ച് തന്നിട്ടുണ്ട്. ഇനി നമുക്കതിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് ബീറ്റ് ചെയ്ത് വയ്ക്കും. എല്ലാം നമുക്ക് ഇനി ഒന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുത്തിട്ട് റൈസ് വെന്ത് കഴിയുമ്പോൾ നമുക്ക് റൈസിനകത്ത് ജസ്റ്റ് ഫ്രൈഡ് റൈസ് പോലെ തന്നെ നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ പാൻ വെച്ച് ഇനി പാൻ ചൂടാകുമ്പോൾ ആദ്യം നമുക്ക് മുട്ടയൊക്കെ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് കൊത്തിച്ചിക്കൊക്കെ എടുക്കാം. ഒരു സ്ക്രാമ്പിൾ മുട്ടയ്ക്കകത്ത് ഇരുന്ന ക്യാരറ്റ് ഇവിടെ വാരി ഇട്ടിട്ടുണ്ട് കേട്ടോ ആദ്യമേ. അത് പോട്ടെ, സാധനം ചെയ്യാൻ പറ്റില്ല. നമുക്കിനി പാനിലോട്ട് ഒഴിക്കാമേ.
ഇപ്പോൾ ക്യാരറ്റ് മുട്ട എല്ലാം കൂടെ അതിനകത്തങ്ങ് ആയിപ്പോയി. സാരമില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി ചിക്കി തോക്കിയെടുക്കാം. നമ്മുടെ വാവക്കൂട്ട് ദാണ്ട് മുട്ടയൊക്കെ ഇളക്കി നല്ല ചിക്കി തോക്കിയെടുക്കുക കേട്ടോ. ചിക്കി തോക്കിയെടുത്തിട്ടുണ്ട് നമ്മുടെ വാവക്കൂട്ടൻ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി നമുക്ക് അതിൽ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുക്കാവേ. വാവക്കൂട്ടിനാട്ടോ എല്ലാ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുന്നത്. വാവക്കൂട്ടിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം. ഇതിൻ്റെ പകുതി ക്യാരറ്റ് വാവക്കൂട്ടം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഉള്ള കുറച്ച് ബാക്കി ക്യാരറ്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് മാത്രം സത്യം പറഞ്ഞാൽ മെയിനായിട്ടുള്ളൂ. അപ്പം നമ്മുടെ ചോറ് ഇതാ വെന്ത് കിട്ടിയിട്ടുണ്ട്. വാവക്കൂട്ടിനായിട്ട് കുറച്ച് ചോറ് എടുത്തിട്ട് ബാക്കി നമുക്ക് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ വെജിറ്റബിൾസിനകത്ത് ഇടാം. ഇട്ടിട്ട് നമ്മുടെ എഗ്ഗും കൂടെ ഒക്കെ ഇട്ട് ഒന്ന് വയറ്റി സെറ്റാക്കി എടുക്കാമേ. അങ്ങനെ നമ്മുടെ വാവക്കൂട്ടിൻ്റെ എഗ് റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി വാവക്കൂട്ടിന് ഞാനത് കഴിക്കാൻ പോവാണേ. വാവക്കൂട്ട കഴിക്കാം. എനിക്ക് സൂപ്പർ സൂപ്പർ. അപ്പോൾ ഓക്കെ ബൈ ബൈ. അവിടെ കാണുന്നില്ല, അവിടെ കാണിച്ചു പറയാം. ഓക്കെ ബൈ.